നമസ്കാരം, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂലൈ മാസത്തിൽ 27 നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്ന സമയമാണ്. ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവരുടെ പല ആഗ്രഹങ്ങൾ സഫലമാകുന്ന സമയമാണിത്. ഈ നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മുതൽ അടുത്ത ജൂലൈ വരെ നല്ല സമയമാണ് വരാൻ പോകുന്നത്. തൊഴിലന്വേഷിച്ച് നടക്കുന്നവർക്ക് അത് നേടിയെടുക്കാൻ പറ്റിയ സമയമാണിത്. അശ്വതി നക്ഷത്രക്കാരുടെ മക്കൾ പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കും. ഇനി അടുത്ത നക്ഷത്രമായ ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണിത്. ജോലിയിൽ സ്ഥാനക്കയറ്റവും ലഭിക്കും. അപ്രതീക്ഷിതമായി ധനം വന്നു ചേരുകയും ചെയ്യും. ഇനി അടുത്ത നക്ഷത്രമായ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് പുതിയ വീട് പണിയാനുള്ള യോഗമുണ്ട്. ആരോഗ്യപരമായ അസ്വസ്ഥതകളും മാറിക്കിട്ടും. ഇനി അടുത്ത നക്ഷത്രമായ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് സർക്കാർ ജോലിക്ക് ശ്രമിച്ചാൽ കിട്ടുന്ന സമയമാണിത്. ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് തുടങ്ങാൻ പറ്റിയ സമയമാണിത്. ഇനി അടുത്ത നക്ഷത്രമായ മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ച് സ്ഥലം മാറ്റത്തിന് ശ്രമിച്ചാൽ നടന്നു കിട്ടുന്ന സമയമാണിത്. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരും. ഇനി അടുത്ത നക്ഷത്രമായ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് പുതിയ ബിസിനസ് ചെയ്യാൻ പറ്റിയ സമയമാണിത്. തിരുവാതിര നക്ഷത്രക്കാർ പല കാര്യങ്ങളും ശ്രമിച്ചാൽ വിജയം കൈവരിക്കും. ഇനി അടുത്ത നക്ഷത്രമായ പുണർദ നക്ഷത്രക്കാരെ സംബന്ധിച്ച് തൊഴിൽ രംഗത്ത് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കും. ഇതുവരെ കിട്ടാതിരുന്ന പൈസ തിരിച്ചു കിട്ടും. ഇനി അടുത്ത നക്ഷത്രമായ പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇതുവരെ നടക്കാതിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ശ്രമിച്ചാൽ നടക്കും. വിദേശ യാത്രകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യാൻ പറ്റിയ സമയമാണിത്. ഇനി അടുത്ത നക്ഷത്രമായ ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇനി സന്തോഷത്തിൻ്റെ കാലമാണ് ഇവർക്ക്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കിട്ടുന്ന വർഷമായിരിക്കും ഇത്. ഇനി അടുത്ത നക്ഷത്രമായ മകം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജൂലൈ 10 മുതൽ ഈ നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ്. ജോലി സംബന്ധിച്ച് നല്ല ഉയർച്ചയുണ്ടാകുന്ന സമയമാണിത്. ഇനി അടുത്ത നക്ഷത്രമായ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനാകും. ഈ നക്ഷത്രക്കാർക്ക് പേരും പ്രശസ്തിയും ലഭിക്കുന്ന സമയമാണിത്. ഇനി അടുത്ത നക്ഷത്രമായ ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണിത്. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിയും. ഇനി അടുത്ത നക്ഷത്രമായ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് തൊഴിൽ രംഗത്ത് ഉള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. ഇവരുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. ഇനി അടുത്ത നക്ഷത്രമായ ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിക്കും. ഇവർ സുഹൃത്തുക്കളുമായി എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തിരുത്തും. ഇനി അടുത്ത നക്ഷത്രമായ ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ലോട്ടറി പോലെയുള്ള ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ്. പല മത്സരങ്ങളിലും പങ്കെടുക്കാവുന്നതാണ്. ഇനി അടുത്ത നക്ഷത്രമായ വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് തൊഴിൽ രംഗത്ത് നല്ല അവസരങ്ങൾ ഉണ്ടാകും. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ഇനി അടുത്ത നക്ഷത്രമായ അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പല കാര്യങ്ങളിലും വിജയം പ്രതീക്ഷിക്കാം. ഇവർക്ക് ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണിത്. ഇനി അടുത്ത നക്ഷത്രമായ തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് വീട് പുതുക്കി പണിയാൻ പറ്റും. യാത്രകൾ ചെയ്യാൻ പറ്റിയ സമയവുമാണിത്. ഇനി അടുത്ത നക്ഷത്രമായ മൂല നക്ഷത്രക്കാരെ സംബന്ധിച്ച് തൊഴിൽ രംഗത്ത് ഉയർച്ചയുണ്ടാകും. ഇവർക്കും ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ പറ്റിയ സമയമാണിത്.
ഇനി അടുത്ത നക്ഷത്രമായ പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായി നല്ല അവസരങ്ങൾ വന്നു ചേരും. ആരോഗ്യപരമായി നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ഇനി അടുത്ത നക്ഷത്രമായ ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ലോട്ടറി പോലെയുള്ള ഭാഗ്യം പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. വീട് പണിയാനുള്ള യോഗവുമുണ്ട്. ഇനി അടുത്ത നക്ഷത്രമായ തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പുതിയ വീട് പണി തുടങ്ങുവാൻ കഴിയും. ഇനി അടുത്ത നക്ഷത്രമായ അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഭാഗ്യം പല രീതിയിലും അനുഭവപ്പെടും. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അത് നേടിയെടുക്കാൻ പറ്റിയ സമയവുമാണിത്. ഇനി അടുത്ത നക്ഷത്രമായി ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് തൊഴിൽ രംഗത്ത് നല്ല ഉയർച്ചയുണ്ടാകും. സാമ്പത്തികമായി നല്ല ഉയർച്ചയുണ്ടാകുന്ന സമയമാണിത്. തടസ്സങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. അതുകൊണ്ട് ദേവീക്ഷേത്രങ്ങളിൽ പോയി പൂജകൾ കഴിപ്പിക്കുക. ഇനി അടുത്ത നക്ഷത്രമായ പൂരുരുട്ടാതി. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർക്ക് ഇതുവരെ വിൽക്കാൻ കഴിയാത്ത ഭൂസ്വത്ത് ഈ സമയം ശ്രമിച്ചാൽ സാധ്യമാകും. വീട് പുതുക്കിപ്പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യാൻ പറ്റിയ സമയവുമാണിത്. ഇനി അടുത്ത നക്ഷത്രമായ ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് തൊഴിൽ ഉയർച്ചയുണ്ടാകും. ഇവർക്ക് ശത്രുക്കളുടെ ദോഷവും കുറയും. ഇനി അടുത്ത നക്ഷത്രമായ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന കടങ്ങൾ വീട്ടി തീർക്കും. ജോലിയിൽ ഉയർച്ചയും ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമസ്കാരം.